വളരെയേറെ അഭിമാനത്തോടെയും അതിലേറെ സന്തോഷത്തോടും കൂടി ഈ നിമിഷത്തെ നോക്കിക്കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഈ നിലയിൽ എത്തിച്ചതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് കൊല്ലത്തെ പ്രിയപ്പെട്ട പ്രബുദ്ധരായ ജനതയാണ്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. സ്കൂൾ തലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിലും യുവജന കാലഘട്ടത്തിലും വനിതാ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിലും പൊതുരാഷ്ട്രീയത്തിൽ ഇടപെട്ടപ്പോഴുമൊക്കെ എനിക്ക് താങ്ങായി തണലായി നിന്ന, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ പതറാതെ മുന്നോട്ട് പോകാനുള്ള ഊർജം പകർന്നു തന്ന കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, അഭ്യുദയകാംക്ഷികൾ അടക്കമുള്ള, വിമർശിച്ചവരടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി. അതിനുമപ്പുറത്തേക്ക് ഈ സ്ഥാനലബ്ധിയെ കേരളത്തിലെ വനിതകൾക്കുള്ള അംഗീകാരമായി കൂടി നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു. മുമ്പ് നമ്മൾ പല സന്ദർഭങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. പാർട്ടി വലിയ തോൽവികൾ ഏറ്റുവാങ്ങിയ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കേണ്ടി വരുന്നു, അവിടെയും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ കഴിഞ്ഞ തവണ കൊല്ലത്തെ ആ തോൽവിക്ക് ശേഷം മണ്ഡലത്തിൽ പൂർണ്ണമായി ഉണ്ടായിരുന്ന ഒരാളെയാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ആയി എത്തിയത്? തീർച്ചയായും ഞാൻ പൊതുരംഗത്തൊക്കെ നിൽക്കുമ്പോൾ പാർലമെന്ററി ജനാധിപത്യത്തിൽ എത്തിപ്പെടുക എന്നുള്ളത് ആത്യന്തിക ലക്ഷ്യമായി കണ്ട ഒരാളല്ല. ഞാൻ അമിതമായി രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും എൻ്റെ പിതാവിൻ്റെ രാഷ്ട്രീയം കണ്ടു വളർന്നതുകൊണ്ട് അമിതമായി രാഷ്ട്രീയ പ്രവർത്തനം, വ്യക്തിജീവിതത്തോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം തുല്യ പ്രാധാന്യം നൽകി വന്ന ഒരാളാണ്.